ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നിക്കോ വില്യംസ് ഇപ്പോൾ യു ടേൺ അടിച്ചത് ഫുട്ബോൾ ലോകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. അതായത് അത്ലറ്റിക് ക്ലബ്ബുമായി അദ്ദേഹം കോൺട്രാക്റ്റ് പുതുക്കുകയായിരുന്നു. 8 വർഷത്തേക്കാണ് അദ്ദേഹം കോൺട്രാക്റ്റ് പുതുക്കിയിട്ടുള്ളത്. അതായത് 2035 വരെയുള്ള ഒരു പുതിയ കരാർ ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം FC ബാഴ്സലോണയിലേക്ക് എത്തും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ബാഴ്സയുമായി അദ്ദേഹം പേഴ്സണൽ അഗ്രിമെന്റിൽ വരെ എത്തിയിരുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം അത്ലറ്റിക് ക്ലബ്ബുമായി 2035 വരെയുള്ള ഒരു പുതിയ കരാറിൽ ഒപ്പുവെക്കുകയായിരുന്നു. ബാഴ്സയെ പറ്റിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. ഇത് ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞ സമ്മറിൽ നിക്കോ വില്യംസ് വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അന്ന് അദ്ദേഹം ബാഴ്സയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്ലറ്റിക് ക്ലബ്ബുമായി കോൺട്രാക്റ്റ് പുതുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നിക്കോ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ബാഴ്സയിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചു. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അത്ലറ്റിക് ക്ലബ്ബുമായി പുതിയ ഒരു കരാറിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ഫുട്ബോൾ മാധ്യമ പ്രവർത്തകനായ തൽഹ അഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. അതായത് നിക്കോ വില്യംസ് റയലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ബാഴ്സയുടെ പ്രസിഡന്റായ ജോയൻ ലാപ്പോർട്ട് തന്നോട് പറഞ്ഞത് എന്നാണ് മാധ്യമ പ്രവർത്തകനായ തൽഹ അഹമ്മദ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നിക്കോ വില്യംസിന്റെ ഡീൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ള കാര്യം ഞാൻ ബാഴ്സലോണയുടെ പ്രസിഡന്റായ ജോയൻ ലാപ്പോർട്ടയോട് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം എനിക്ക് നൽകിയ മറുപടി നിക്കോ വില്യംസ് റയലിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ്. ഇതാണ് മാധ്യമ പ്രവർത്തകനായ തൽഹ അഹമ്മദ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നിക്കോയെ ലഭിച്ചില്ല എന്നുള്ളത് ബാഴ്സ ക്യാമ്പിൽ ഒരൽപ്പം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നിക്കോ വില്യംസ് കരാർ പുതുക്കും എന്നുള്ളത് ആരും സ്വപ്നത്തിൽ കൂടി പ്രതീക്ഷിച്ചിരുന്നില്ല. ബയേൺ മ്യൂണിക്ക് അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ബാഴ്സയ്ക്ക് വേണ്ടി ബയേണിന്റെ ഓഫറുകളെല്ലാം നിക്കോ വില്യംസ് തള്ളിക്കളഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് 2035 വരെയുള്ള ഒരു പുതിയ കരാറിൽ അദ്ദേഹം ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.